ചാനലിന്റെ പേരിൽ നമ്മളൊരു ചാരിറ്റി എന്നുള്ള രീതിയിലാണ് നമ്മളൊരു ഗിഫ്റ്റ് ബോക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കമ്പിൽ ടൗണിൽ പഞ്ചായത്ത് കിണറിന്റെ സമീപത്ത് നമ്മൾ സെറ്റാക്കിയിട്ടുള്ള. അപ്പോൾ ഈ മാസം 7-ാം തീയതിയാണ് അതിന്റെ ഉദ്ഘാടനം നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ബഹുമാനപ്പെട്ട ഗോവിന്ദ മാസ്റ്റർ ഉദ്ഘാടനത്തിന് വരുന്നുണ്ട്, അതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റ്, അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ നാട്ടിലുള്ള കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരു ഉപകാരമാവട്ടെ, അവർക്ക് ഭക്ഷണം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു ഗിഫ്റ്റ് ബോക്സ് സെറ്റാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഗിഫ്റ്റ് ബോക്സിൽ നമ്മൾ എല്ലാ മാസവും സാധനങ്ങൾ നിക്ഷേപിക്കും. അതുപോലെ നാട്ടുകാർക്ക് മാർക്ക് വേണ്ടെങ്കിലും ഇതിൽ സാധനം നിക്ഷേപിക്കുക. തുറന്നിട്ട ഒരു ബോക്സാണിത്. അപ്പോൾ അതിന്ന് ആർക്ക് വേണ്ടെങ്കിലും, അതായത് കഷ്ടത അനുഭവിക്കുന്ന ആർക്ക് വേണ്ടെങ്കിലും സാധനങ്ങൾ എടുത്തുകൊണ്ടാകുന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഗിഫ്റ്റ് ബോക്സ് സെറ്റാക്കിയിട്ടുള്ളത്. പിന്നെ ഈ ഗിഫ്റ്റ് ബോക്സിന്റെ സൈഡിൽ തന്നെ നമ്മൾ വേറൊരു ബോക്സ് കൂടി വെച്ചിട്ടുണ്ട്. പറഞ്ഞല്ല, ഈ ഹോസ്പിറ്റലൈസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവല്ലോ, ഇപ്പൊ വീട്ടിൽ കിടപ്പ് രോഗികൾ, അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ ബെഡ്, വാട്ടർ ബെഡ്, അല്ലെങ്കിൽ വീൽ ചെയർ, അങ്ങനെയുള്ള എക്യുപ്മെന്റ്സ് എല്ലാം വേണമെന്നുണ്ടെങ്കിൽ ഒരു കടലാസിൽ എഴുതി അവരുടെ ഡീറ്റെയിൽ, ഫോൺ നമ്പർ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് മാസത്തിൽ നമുക്ക് പറ്റുന്നത് നമ്മൾ വാങ്ങിക്കൊടുക്കും ചെയ്യും. പിന്നെ ആ ബോക്സും ഓപ്പൺ ആണ്. അപ്പോൾ അതിലുള്ള എഴുത്ത് ആർക്ക് വേണ്ടിക്കും, നമ്മുടെ നാട്ടുകാർക്ക് ആർക്ക് വേണ്ടിക്കും എടുത്ത് അവർക്ക് വേണ്ടെങ്കിലും അവർക്കും ചെയ്യാം സഹായം. അപ്പൊ നമ്മൾ ഈ ബോക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചാരിറ്റി എന്നുള്ളത് ഞാൻ പണ്ടേ ചെയ്യുന്ന ഒരു കാര്യം. അതുപോലെ നമ്മളെ നാട്ടിലുള്ളവർക്ക് കൂടി ഈ ദാനം കൊടുക്കുക എന്നുള്ള ഒരു രീതിയാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. എല്ലാവരെയും ദാനം കൊടുക്കാൻ അവരെ പ്രേരിപ്പിക്കുക. ഇത് കാണുമ്പോൾ അവർക്ക് തോന്നില്ല, ചെയ്യണം തോന്നില്ല. അങ്ങനെ എല്ലാവരെയും ഈ ദാനം ചെയ്യുന്ന ഒരു ലെവലിലേക്ക് വരുത്തിക്കുക എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ഒരു ഗിഫ്റ്റ് ബോക്സ് അവിടെ സെറ്റാക്കിയിട്ടുള്ളത്. അപ്പോൾ സഹായിക്കാൻ പറ്റുന്ന ഒരുപാട് ആള് നമ്മളെ നാട്ടിൽ തന്നെയുണ്ട്, ഒരുപാട് ആളെ നല്ല സപ്പോർട്ട് ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മളെ പാവപ്പെട്ടവർക്കുള്ള ഭക്ഷണമായാലും അല്ലെങ്കിൽ വീൽ ചെയർ കാര്യങ്ങളായാലും ഈ ഗിഫ്റ്റ് ബോക്സ് കണ്ട് ഇനി അതിൽ എഴുതിയിടുന്ന ഈ ആവശ്യങ്ങൾ മറ്റുള്ളവരും സാധിച്ചു കൊടുക്കുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മുടെ നാട്ടിൽ ഒരു നല്ല കാര്യം ആകുമെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ ഗിഫ്റ്റ് ബോക്സ് ഇവിടെ സെറ്റാക്കിയിട്ടുള്ളത്. ഈ 7-ാം തീയതി, ഈ ജൂൺ മാസം 7-ാം തീയതിയാണ് അതിന്റെ ഓപ്പണിങ്. അന്ന് എല്ലാവർക്കും നേരിട്ട് വെക്കാം. അന്ന് സ്ഥലം MLA ഗോവിന്ദ മാഷാണ് വരുന്നത്. അപ്പോൾ ഓരോ കയ്യിൽ നേരിട്ട് കൊടുക്കാനുള്ള ഒരു സംവിധാനം എന്നുള്ള രീതിയിലാണ് നമ്മൾ സെറ്റാക്കിയിട്ടുള്ളത്. അപ്പോൾ രാവിലെ 9:30 അതിന്റെ ഉദ്ഘാടനം നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ വരുന്ന വിചാരിക്കുന്നു, ഒരുപാട് ആൾ ക്ഷണിച്ചിട്ടുണ്ട്. എല്ലാവരും വരുന്നതന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും സഹകരണം ഉണ്ടാവും. വരുന്നവരൊക്കെ അത്യാവശ്യം ചെറിയ എന്തെങ്കിലും ഗിഫ്റ്റ് കൂടിയായിരിക്കും കൊണ്ടുവരിക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്ന് എല്ലാവർക്കും ഗിഫ്റ്റ് നേരിട്ട് വെക്കാനുള്ള ഈ നമ്മളെ MLA സാന്നിധ്യത്തിൽ തന്നെ ഗിഫ്റ്റ് ബോക്സിൽ വെക്കാനുള്ള ഒരു സംവിധാനം നമ്മൾ അന്ന് ഒരുക്കുന്നുണ്ട്. അർഹതപ്പെട്ടവർ എടുത്തിട്ട് പോവുക, ആ രീതിയാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിൽ വന്ന് തുറക്കാം, ആർക്ക് വേണ്ടിയെങ്കിലും. എന്തായാലും ഒരു പബ്ലിക് പ്ലേസിലെ സാധനം ഉള്ള ആരും ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതയില്ല. കാരണം ചുറ്റുപാട് ഷോപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്രയും ബുദ്ധിമുട്ടുള്ളവരേക്കും വന്നിട്ട് എടുക്കുക എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. പിന്നെ നമ്മളെ നാടാണ്, നാട്ടുകാരൊക്കെ നല്ല നാട്ടുകാരാണ്, ആരും അങ്ങനെ ഒരു മോശം കാര്യം ചെയ്യില്ല എന്ന് വിചാരിക്കുന്നു. നമ്മളതിനെപ്പറ്റി വ്യക്തമായിട്ട് അതിന്റെ പബ്ലിസിറ്റി കൊടുത്തിട്ടുണ്ട്. നമ്മളെന്റെ ഒരു ചാനലുണ്ട് ബൈജു ജീസൺസ് എന്ന്. അപ്പൊ നമ്മളേതാണ്ട് ഒരു മാസമായിട്ട് ഇതിന്റെ പബ്ലിസിറ്റി ഇങ്ങനെ കൊടുത്തോണ്ടുണ്ട്, ഇതിന്റെ രീതികൾ. അതുപോലെ ബോർഡിന്റെ മുകളിൽ ഫുൾ ഡീറ്റെയിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളെ ഇതിന്റെ ഗിഫ്റ്റ് ബോക്സിന്റെ മുകളിൽ തന്നെ നിങ്ങൾ മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനം തന്നെ വെക്കുന്നതായിരിക്കും നല്ലതെന്നുള്ള രീതിയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ നാട്ടുകാർക്ക് ഏതാണ്ട് ഇതിനെപ്പറ്റി ഒരു ധാരണയുണ്ട്. അപ്പോൾ ഒരു ദുരുപയോഗ കാര്യങ്ങൾ ഉണ്ടാവില്ല എന്നാണ് ഞാൻ കരുതുന്നത്.